കൂടുതലും കുഞ്ഞു പിള്ളേരാണല്ലോ ഫാൻസ് അല്ലേ, പുറത്ത് ആൾക്കാരൊക്കെ കാണുമ്പോൾ ഹായ് ടോക്കർ അങ്ങനെയാണ് വിളിക്കുന്നത്. പോയി ചേട്ടനല്ലേ എന്ന് പറയത്തില്ല. ആരാണ് അബൈ? ഞാനൊരു മനുഷ്യൻ. അതെനിക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതലായിട്ട് യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്നത് കിഡ്സ് ആണ്. അവരുടെ മാതാപിതാക്കളുടെ ഫോണിലൂടെയാണ് അവർ കയറുന്നത്. അവർ വീട്ടിൽ വരുമ്പോൾ അവരിപ്പോൾ തന്നെ ഫോൺ എടുക്കും. അതാണ് ഫസ്റ്റ് പ്ലാനിങ്. സെക്കൻഡ് പ്ലാനിങ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബാണ് എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ ഓപ്ഷൻ. കാരണം ബാക്കിയുള്ള സോഷ്യൽ മീഡിയനെക്കാളും നമുക്കൊരു പബ്ലിസിറ്റി ആൻഡ് വരുമാനം, അതുപോലെ എല്ലാ കാര്യത്തിലും യൂട്യൂബ് പണ്ടേ ഉള്ളത്. അതിനുശേഷമുള്ള ഇൻസ്റ്റാഗ്രാമും ബാക്കിയുള്ളവരൊക്കെ കയറി വന്നത്. മിക്കവാറും ഒരു യൂട്യൂബർക്ക് ഒരു ഏരിയ ഉണ്ടായിരിക്കും, നമുക്ക് ഇത് വെച്ചിട്ട് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന. അങ്ങനെ ഒരു ഏരിയ പറയാൻ പറഞ്ഞാൽ ഏത് ചൂസ് ചെയ്യും? നമുക്ക് ചില ചാനൽ കണ്ടത് ചോദിക്കില്ലേ, എന്തുവാടെ ഇവ കിടന്ന് കാണിക്കണമെന്ന്. അങ്ങനെ തോന്നിയിട്ടുള്ളൊരു ചാനൽ ഏതാ? ഭയങ്കര ദേഷ്യം, എന്താ ഇത്? യൂട്യൂബിന്റെ കാര്യത്തിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ ഈ ടോക്കർ ബോയ്, ആ ഒരു പേര് അതെന്തുകൊണ്ടായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക? അത് കുറെ ആലോചിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടതാണോ, അതോ ജസ്റ്റ് ഇങ്ങനെ തോന്നിയപ്പെട്ടതാണോ? നല്ല ചോദ്യം. ഓക്കെ, സ്കൂള് ഫ്രണ്ട്സ് അവരെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. തിരിഞ്ഞുലഞ്ഞു പോയിടുന്ന കാലചക്രമേ. ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈൻഡ്സ്കേപ്സ്. ഇറ്റ് മീ ശില്പ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി യൂട്യൂബർ ആണ് അബൈ. അബൈ എന്ന പേര് പറയുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് ടോക്കർ ബോയ് എന്ന് വിളിക്കുന്നതാണ്. പുള്ളി അങ്ങനെയാണ് പോപ്പുലർ ആയിരിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അബൈ. ഹായ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായി പോകുന്നു. എങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ള ഒരു ഐഡിയ വന്നത്? അത് ഇത്ര പോപ്പുലർ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? എനിക്ക് പണ്ടേ അറിയാമായിരുന്നു കയറുമെന്ന്, റീച്ച് ആവുമെന്ന്. എനിക്ക് നേരത്തെ തന്നെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ 2012-11 ആ വർഷത്തിൽ തന്നെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് വയസ്സ് എത്രയാ, വല്ല 12 വയസ്സോ 13 വയസ്സൊക്കെ ഉണ്ടാവും. ആ സമയത്ത് തന്നെ ചാനൽ സ്റ്റാർട്ടാണ്. പക്ഷെ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് എനിക്കറിയത്തില്ല. അതെങ്ങനെ 12 വയസ്സായ ഒരാൾ ആ ടൈമിൽ അങ്ങനെ ചിന്തിക്കൂ? സീരിയസ്ലി എനിക്ക് എന്തെങ്കിലുമൊക്കെ പൊട്ടിയ ഫോണായിരിക്കും, എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. അതൊക്കെ വെച്ച് ജസ്റ്റ് ചാനലൊക്കെ അങ്ങനെ ഡാൻസ് ചാനൽ അങ്ങനെയൊക്കെ കുറേയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മര്യാദക്ക് പോയില്ല. പിന്നെ ഏതൊക്കെയോ ഇങ്ങനെ മരത്തിൻ്റെയും ചില്ലയുടെയൊക്കെ പടം എടുത്ത് വീഡിയോ എടുക്കണം. പക്ഷെ എങ്ങനെ യൂട്യൂബ് കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയില്ല. അതിനുശേഷം പിന്നെ ഒരു +1 ആ ടൈമൊക്കെ ആയപ്പോൾ ഒരു ഡാൻസ് ചാനൽ തുടങ്ങി. ഡാൻസ് ഒക്കെ കളിച്ചിട്ട്. നീ ഡാൻസ് കളിക്കുമായിരുന്നോ? അയ്യോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. നമുക്ക് ഓർക്കാൻ കുറെ സമയമുണ്ട്. ഇല്ല, ഡാൻസ് കളിക്കുമെന്ന് വെച്ചാൽ അന്ന് കളിക്കുമെന്ന്, ഇപ്പൊ കളിക്കാറില്ല. അന്ന് കളിച്ച് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത്. എന്നാലും ചുമ്മാ ഡാൻസ്, അതോ ക്ലാസിക്കൽ ഡാൻസ്? ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസ് കൊള്ളാലോ. എന്നിട്ട് അങ്ങനെയൊക്കെ ഇട്ട്, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. പിന്നെ സ്കൂളിലൊക്കെ ഒരു പേരായി, ഇവനിങ്ങനെ ചാനലൊക്കെ തുടങ്ങി അങ്ങനെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ അതിനൊന്നും റീച്ചൊന്നും ഇല്ല. അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ നീ മാത്രം ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ? ഫ്രണ്ട്സിന്റെ ഇടയിൽ വേറെ കുറച്ച് പേര് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1-2 പേരൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുന്നവര്, പിന്നെ ഡാൻസ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം എനിക്കൊരു PlayStation PS4 ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഗെയിം കളിയായിരുന്നു. ഗെയിം കളിച്ച് അവസാനം അത് ഞാൻ കൊടുത്ത് വിറ്റ്. അങ്ങനെ അതിൻ്റെ ഒരു ഫണ്ട് കൂടെ കൂട്ടി കണക്ട് ചെയ്തിട്ട് ഞാനൊരു ക്യാമറ മേടിച്ച്, ഒരു ബേസിക് ക്യാമറ മേടിച്ചത്, 1500 ബേസിക് ക്യാമറ. എന്നിട്ട് അതിൽ വീഡിയോ എടുക്കാൻ തുടങ്ങി യൂട്യൂബിൽ. ആദ്യത്തെ വീഡിയോ ഒക്കെ ഭൂലോക പരാജയമായിരുന്നു. വ്ളോഗ് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, വ്ളോഗും കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ നമുക്ക് പതുക്കെ കുറച്ച് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അർജുൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, അങ്ങനെ ഒരുപാട് പേര് വന്ന്. അവനൊക്കെ എന്നെ നല്ല നിലയിലെടുത്ത് UK പോയി. അവനായിട്ട് കമ്പനിയായി. അപ്പം അവന് കുറച്ച് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് യൂട്യൂബ് ചെയ്ത് സൂപ്പർ ആക്കാന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഫോട്ടോഷൂട്ട്, യൂട്യൂബ്, അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് വേണ്ടി നല്ല രീതിക്ക് ചെയ്ത് തന്ന്. പിന്നെ പതുക്കെ കയറി. അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ബെന്ന എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഞാൻ ക്യാമറ വെച്ച് അവൻ സ്റ്റോറിയൊക്കെ കണ്ട്. അപ്പോൾ അവൻ പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ടാന്ന് പറഞ്ഞു. അവന് 2000 സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് 600 സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം നീ എൻ്റെ ഗുരുവാകണം. ഞാൻ അങ്ങനെ
അവൻ പറഞ്ഞ് നമുക്ക് അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടാം, അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടും ഒരു മേനയില്ല. അപ്പൊ ഇത് ചെയ്യുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് എനിക്കൊരു 17 വയസ്സ്. 16-17 വയസ്സ്. ആ ടൈമിൽ ഇങ്ങനെ യൂട്യൂബ് ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയമാണ്. അപ്പൊ യൂട്യൂബ് ചെയ്യുന്ന അന്ന് 4000 അവർ, പിന്നെ 1000 അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും പറയുന്നത് പൈസ കിട്ടും, പൈസ. പക്ഷെ ആ ടൈമിൽ കുറെ പേര് ചെയ്തത് എന്താണെന്നറിയോ, ടിക്ടോക്ക് അങ്ങനെ കുറെ ആപ്സ് ഉണ്ടായിരുന്നില്ല? അതിലും ഉണ്ടായിരുന്നു. ഓ, എല്ലായിടത്തും ഉണ്ടായിരുന്നില്ലേ? എല്ലാത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നും യൂട്യൂബ് ഫോക്കസ് ചെയ്യാൻ അവര് വിട്ടുപോയി. സത്യം പറഞ്ഞാൽ യൂട്യൂബാണ് എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ ഓപ്ഷൻ. കാരണം ബാക്കിയുള്ള സോഷ്യൽ മീഡിയനെക്കാളും നമുക്കൊരു പബ്ലിസിറ്റി ആൻഡ് വരുമാനം, അതുപോലെ എല്ലാ കാര്യത്തിലും യൂട്യൂബ് പണ്ടേ ഉള്ളത്. അതിനുശേഷമുള്ള ഇൻസ്റ്റാഗ്രാമും ബാക്കിയുള്ളവരൊക്കെ കയറി വന്നത്. എന്നാലും ഇൻസ്റ്റാഗ്രാം ഇസ് ഗ്രേറ്റ്. അങ്ങനെ എന്താ പറയുക, എല്ലാവരും കൂടെ അങ്ങനെ ചെയ്ത് കോവിഡ് ടൈം ആ സമയമായി. അപ്പം എന്താ പറയുക, അപ്പം ഞാൻ ഇമാജിൻ ഷോട്ടൊക്കെ ചെയ്യും, ഇങ്ങനെ സാങ്കല്പികമായി കുറേ എഡിറ്റൊക്കെ ചെയ്ത് ഫോട്ടോഷോപ്പിലൊക്കെ അവനെ ചെയ്ത് തന്നെ. അങ്ങനെ ഞാൻ കുറേയൊക്കെ എന്നിട്ടും ഇങ്ങനെ ഇല്ല. അപ്പൊ ഞാൻ പറയണ ഇല്ല. അപ്പൊ യൂട്യൂബ് അവിടെ ഉണ്ട്, യൂട്യൂബ് ചത്തിട്ടില്ല, അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഞാൻ യൂട്യൂബിൽ തന്നെയായിരുന്നു, അതിൽ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞ് എടാ, ഡാൻസിന്റെ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തു? അതൊക്കെ റിമൂവ് ചെയ്തു. ഇല്ല അതെടുത്ത അത് അങ്ങനെ അതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചാനല് വ്ളോഗ് വീഡിയോസ് ഒക്കെ ചെയ്ത്. അപ്പം ഞാൻ അർജുനോട് പറഞ്ഞ് എടാ നമുക്ക് ഫോട്ടോഷൂട്ട് ബ്രേക്ക് ചെയ്യാം, ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാം, യൂട്യൂബിലേക്ക്. അപ്പം നീയാ തിരിച്ചു വരാൻ വേണം എന്ന് പറഞ്ഞ്. ശരി, എങ്ങനെ പ്ലാനിങ് എന്ന് ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എടാ ഇപ്പോൾ പുതിയൊരു ടേം വന്നിട്ടില്ല യൂട്യൂബ് ഷോർട്സിൽ. അപ്പം ഞാൻ അത് 10 മില്യൺ. അപ്പം 10 മില്യനാ, അയ്യോ അത് റിസ്ക്കാടാന്ന് പറഞ്ഞ്. അത് കിട്ടത്തില്ല, 4000 അവർ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് കുഴപ്പമില്ല, ലെങ്ത് വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലടാ എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്തരാണ്? ഞാൻ പറഞ്ഞ് കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയും കാലം കൂടെയല്ലേ എന്ന് വെച്ചത്, ചെയ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. സ്ക്രിപ്റ്റ് എഴുതി. അപ്പം ഞാൻ ആലോചിച്ചു, ഏറ്റവും കൂടുതലായിട്ട് യൂട്യൂബ് ഫോക്കസ് ചെയ്യുന്നത് കിഡ്സാണ്. അവരുടെ മാതാപിതാക്കളുടെ ഫോണിലൂടെയാണ് അവർ കയറുന്നത്. അവർ വീട്ടിൽ വരുമ്പോൾ അവരിപ്പോൾ തന്നെ ഫോൺ എടുക്കും. അതാണ് ഫസ്റ്റ് പ്ലാനിങ്. സെക്കൻഡ് പ്ലാനിങ് അപ്പോഴേക്ക് വലിയ ആളായിട്ടെ ഞാൻ, കാരണം പഠിച്ച് ശീലിച്ച്. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ബാനഡ് കാർട്ടൂൺസിന്റെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസാണ് ആദ്യം പിള്ളേരെ അങ്ങനെ ചെയ്ത്. ഞാനത് കാണാറുള്ളതാ, എനിക്കത് ശീലമുള്ളത്. അങ്ങനെ കാർട്ടൂൺസ് അങ്ങനെ കയറി. കാർട്ടൂണ് ഫസ്റ്റ് അത് ആദ്യത്തെ ഒരു ബാനഡ് കാർട്ടൂൺസ് എന്ന് പറഞ്ഞ വീഡിയോ ആണ്. അത് ഇട്ട് ഒരു 10K അടിച്ച്, 20K അടിച്ച്, കുറച്ച് 100K അടിച്ച്, പിന്നെ 500K അടിച്ച് 1 മില്യൺ ആയി. ആ വീഡിയോ നല്ല രീതിക്ക് റീച്ചായി. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ അവൻ പറഞ്ഞു കൊള്ള ഐഡിയ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സബ്സ്ക്രൈബേഴ്സ് എന്തോ 3000 സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി ആ വീഡിയോയിലൂടെ, ഷോർട്സിൽ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മാറ്റം വന്ന് വേറെ രീതിക്കും അതുപോലെ തന്നെ വേറെ ടേം വെച്ച് അങ്ങനെ വീഡിയോസ് ചെയ്ത്. പിന്നെ അത് 30 കിഡ്സ്. എന്നാലും പക്ഷേ ഇപ്പൊ ചെയ്യുമ്പോൾ കിഡ്സിന് മാത്രമല്ല, നമ്മുടെ ചാനൽ ഓളാണ്, മിക്സ്ഡ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാം. പക്ഷേ എൻ്റെ മുഖവും എൻ്റെ ഇത് വെച്ച് കിഡ്സ് ആണ് കാണുന്നത്. എന്നാലും ഇപ്പോഴേ ഞാൻ പറയാം, അത് എല്ലാ ആളുകൾക്കും കാണാവുന്ന ചാനലാണ്. അതിൽ തന്നെ ഞാൻ ഒരുപാട് വലിയ ആളുകളുടെയും എല്ലാം പറയാറുണ്ട്. മിക്കവാറും ഒരു യൂട്യൂബർക്ക് ഒരു ഏരിയ ഉണ്ടായിരിക്കും, നമുക്ക് ഇത് വെച്ചിട്ട് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഏരിയ പറയാൻ പറഞ്ഞാൽ ഏത് ചൂസ് ചെയ്യും? യു മീൻ കണ്ടന്റ് ആണോ? അതെ, ഐ തിങ്ക് ചാലഞ്ചും പിന്നെ കാർട്ടൂൺസ് ഫാക്ട് ഒക്കെ പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നത് ചാലഞ്ചാണ്. അബൈനെ കുറിച്ച് പറയുകയാണെന്നുവെച്ചെങ്കിൽ എന്താണ്, ആരാണ് അബൈ? ഞാനൊരു മനുഷ്യൻ, അതെനിക്ക് മനസ്സിലായി. അതല്ല, എന്ത് ചെയ്യുന്നു? ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ആണ്, ട്രെയിനിങ് ആണ്. അത് പിന്നെ കുറെ ഒക്കെ ബ്രേക്ക് ആയി. അതിനുശേഷം ഇപ്പൊ യൂട്യൂബിലേക്ക് തന്നെ കയറി വന്നു. യൂട്യൂബില് ഇപ്പൊ അങ്ങനെ പോവുകയാണ്. എന്തായാലും ഡിസൈനിങ് ഏതെങ്കിലും ഒരു അങ്ങനെ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് തന്നെയാണ് മെയിനായിട്ട്, ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ജോബ് ഫോക്കസ് ചെയ്യാന്ന് എന്ത് തിരഞ്ഞെടുക്കും? യൂട്യൂബ് ഇല്ല, വ്ളോഗിങ് അല്ല, ഡിസൈനിങ് ഏതെങ്കിലും വല്ല IT കമ്പനിയിൽ എവിടെയെങ്കിലും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആരും മര്യാദക്ക് അത് അത്ര ഇതില്ലെന്നാ പറയണത്. അത് പഠിച്ചിട്ട് പുറത്ത് ഇവിടെ കുറവാണ്. ഒരു അംബീഷൻ ഉണ്ടായിരിക്കില്ല, എനിക്ക് ഇന്നതാവണമെന്ന്. അത് യൂട്യൂബ് ആക്ടർ, അങ്ങനെ ആക്ടിങ്, യൂട്യൂബ് ഒരു
എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി മാറണം. അതാണ് ഫോക്കസ്. അതാണ്. ആരുടെ കൂടെ ആക്ട് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? ഓ മൈ ഗോഡ്, ഓപ്ഷൻസ് ഉണ്ടോ? നിനക്ക് ഇഷ്ടമുള്ളതല്ലേ, ഞാൻ എന്റെ ഓപ്ഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, എനിക്ക് എനിക്ക് നെറ്റ്ഫ്ലിക്സിൽ ഏതെങ്കിലും ഒരു സീരീസിൽ അഭിനയിക്കണമെന്നുണ്ട് ആഗ്രഹം. പിന്നെ എനിക്ക് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചെങ്കിൽ നല്ലായിരുന്നു. മലയാളത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ആര്? എനിക്കിഷ്ടം ദുൽഖർ സൽമാൻ, ലാൽ സാർ. അപ്പൊ ദുൽഖറിന്റെ കൂടെ അഭിനയിക്കണ്ടേ? അല്ല, അഭിനയിക്കണം. ഞാൻ പെട്ടെന്ന് ലാലേട്ടന്റെ കൂടെ വേറെ ആരും കിട്ടിയില്ല നേരെ. സ്കൂള് ഫ്രണ്ട്സ് അവരെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഫ്രണ്ട്സ് ഇല്ല? ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ടീം മെമ്പേഴ്സും ഉള്ളു. സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്. അല്ലാതെ ഞാൻ വേറെ ആരെയും അടുപ്പിക്കത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. അവര് ഫ്രണ്ട്സ് ആണല്ലോ. ആര് ഫ്രണ്ട്സ് ആണ്. എൻ്റെ കൂടെ പഠിച്ച കുറേ സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് അവരെയൊന്നും അത്ര എനിക്ക് പരിചയമൊന്നുമില്ല. ഞാനിവിടെ പഠിച്ചു പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയാം. ഞാനൊരു വീഡിയോ കണ്ടപ്പോ കേട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല, കൂടുതലും ഒറ്റയ്ക്ക്. എനിക്ക് സപ്പോർട്ട് തരുന്നതും എൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരാണ്, അത് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു 10-20-25 പേരുണ്ട്. പക്ഷെ സുഹൃത്തുക്കളാണ്. പക്ഷെ അല്ലെ സ്കൂൾ ബേസ്, ഇപ്പോൾ ക്ലാസ് ബേസിൽ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാവരും കാര്യമാണ്. ബട്ട് എന്താ പറയുക, എനിക്കായിട്ട് കുറച്ച് ടീം അങ്ങനെയുണ്ട്. അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരോടുണ്ട്. അതിൽ എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ കസിനുണ്ട്, വേറെ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ ക്ലാസ്സിൽ പഠിച്ച 1-2 പേരൊക്കെ ഉണ്ട്. ഇപ്പോൾ 1-2 പഠിച്ച അവരെ വരെ എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാതെ ഭയങ്കര സ്കൂൾ മേറ്റ്സുമായിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കായിട്ട് കുറച്ച് ആളുകളുണ്ട്. ഞാൻ അവരായിട്ട് മാത്രമാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിലാ, അതിന് ഞാൻ പഠിക്കണ സമയത്ത് അവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ടീച്ചർ എന്നെ കണ്ടാ പറഞ്ഞു, അഭയ വലിയ ആളായി പോയല്ലോ, അഭയ യൂട്യൂബർ ആയി പോയല്ലോ. ഞങ്ങളുടെ ആ ടീച്ചറിന്റെ മക്കൾ എൻ്റെ ചാനൽ കാണാറുണ്ട്. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, അഭയ ഒരു പൂച്ചേനെ പോലെ വരും, പണി പഠിക്കും പോവും, അങ്ങനത്തെ ഒരാളല്ലേ എന്ന് പറഞ്ഞു. യെസ്, ഓഫ് കോഴ്സ് ഞാൻ അങ്ങനത്തെ ഒരാളാണ്. പക്ഷേലും ഞാനിപ്പോഴേ പറയാം, ക്ലാസ്സിലും എനിക്ക് കാര്യമാണ് 10th ആണ് 5th ആണ് എല്ലാ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഇഷ്ടമാണ്. എന്നാലും കുറച്ച് ടീം അംഗങ്ങളുണ്ട് എനിക്ക്. അവരാണ് എനിക്കെല്ലാം പറഞ്ഞു തരുന്നത്. അവരാണ് എനിക്ക് സപ്പോർട്ട്. ഇപ്പം ഞാൻ എപ്പോൾ വിളിച്ചാലും, ഇപ്പോൾ വെളുപ്പാങ്കാലത്ത് വിളിച്ചാലും അപ്പോൾ ഫോൺ കൊടുക്കുക വരും. അപ്പോൾ പറയടാ എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഒരാൾ വന്നില്ലേ, അതുപോലെ ഉണ്ട്. എന്നാലും ഈ ടീമിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആരുമില്ല? ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല? ഓ മൈ ഗോഡ്, ഇല്ല. എല്ലാവരും ഒന്നാ. അങ്ങനെ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഒരു സർക്കിൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ. ടീം ഈസ് ഓൾവേസ് ടീം. കുറച്ച് പേരുണ്ട്, അല്ലാതെ അല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല, എല്ലാവരും കാര്യമാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇഷ്ടമില്ലേ? ഞാൻ ബിഗ് ബോസ് ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ റീൽസ് ഷോർട്സ് വരുമ്പോൾ കാണും. സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം, അല്ലാതെ കാണാറൊന്നുമില്ല. അതിലെ ആൾക്കാരെന്നൊക്കെ അറിയൂ? അതിനോ ഫാത്തിമ, പിന്നെ എന്നാലും അതിലൊരു ഫേവറേറ്റ് ഒന്നും ചോദിച്ചാൽ പറയാനില്ല. നോ 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 വേ. അങ്ങനത്തെ ഷോസ് ഇഷ്ടമാണോ? ബിഗ് ബോസ് പ്രോഗ്രാം എൻ്റെ ചേച്ചി മറ്റേ സൽമാൻ ഖാൻ്റെ ബിഗ് ബോസ് ഭയങ്കര ഫാനാണ്, ഹിന്ദി. ഞാൻ തമിഴ് വിജയ് സേതുപതി. ബിഗ് ബോസ് കാണാറെന്ന് വെച്ചാൽ ഇങ്ങനെ TV ടെലികാസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങനെയല്ല, ജസ്റ്റ് റീൽസ് ഷോർട്സ് വരുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ അറിയാം പ്രോഗ്രാം അറിയാം. ഓക്കെ. യൂട്യൂബിന്റെ കാര്യത്തിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ, ഈ ടോക്കർ ബോയ് ആ ഒരു പേര് അതെന്തുകൊണ്ടായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക? അത് കുറെ ആലോചിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടതാണോ, അതോ ജസ്റ്റ് ഇങ്ങനെ തോന്നിയപ്പോൾ ഇട്ടതാണോ? നല്ല ചോദ്യം. ഓക്കെ. ടോക്കർ ബോയ് പേര് ഞാൻ ആദ്യമായിട്ട് ഈ ടോക്കർ ബോയ് ഇങ്ങനെ പേരിട്ടപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞു, വേറെ പേരൊന്നും കിട്ടിയില്ലടാ നിനക്കെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് ഇടിയിപ്പിച്ച് എന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് ഇടിയിപ്പിച്ചതാണ് ആ പേര്. കാരണം ആ പേര് ആ ചാനൽ കറക്റ്റാണ്. ടോക്കർ ബോയ് അത് സംസാരിക്കുന്നൊരു ചാനലാണത്. അതിൽ ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാം ടോക്കിംഗ് ആണ്, ടോക്കർ ബോയ്. അപ്പം അതിന് പറ്റുന്ന ഇതാണ്, നോ പ്രോബ്ലം, ധൈര്യമായിട്ട്. അതുകൊണ്ട് ആദ്യത്തെ പേര് മേരാനാം അഭയ് എന്നൊക്കെ ആയിരുന്നു. മേരാനാം അഭയ് എന്ന് പറഞ്ഞ് പേരിട്ട് അതത്ര ശരിയായില്ല. അതിനുശേഷം പിന്നെ ടോക്കർ, പിന്നെ ടോക്കർ ബോയ് എന്നാക്കി. അതാണ് ഇപ്പം കറക്റ്റ്. ഇപ്പം അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. എൻ്റെ റിയൽ നെയിം അധികം പേർക്ക് അറിയത്തില്ല. ടോക്കർ ബോയ് എന്നേ പറയത്തുള്ള ആളുകൾ എന്നെ കണ്ടാലോ. പക്ഷെ അതെൻ്റെ പേരല്ല, ചാനലിൻ്റെ പേരാണ്.
ചാനലിന്റെ പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത്. യെസ്, ടോക്കർ ബോയ് എന്നാണ്. പുറത്ത് ആൾക്കാരൊക്കെ കാണുമ്പോ ഹായ് ടോക്കർ ബോയ് അങ്ങനെയാണോ വിളിക്കുന്നത്? ടോക്കർ ബോയ് ചേട്ടനല്ലേ എന്ന് പറയത്തല്ലേ. കൂടുതലും കുഞ്ഞു പിള്ളേരാണല്ലോ ഫാൻസ് അല്ലേ? യാ എൻ്റെ ഇതനുസരിച്ച് അതങ്ങനെയാണ്. പിന്നെ പക്ഷെ ഇപ്പോഴേ ഞാൻ പറയാം, അതെല്ലാവർക്കും കാണാം. അതിപ്പോൾ ചില ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കാണാറുണ്ട്. പിന്നെ വളരെ ഡിഗ്രിക്ക് പഠിക്കുന്ന അങ്ങനെയുണ്ട്. പക്ഷെ കൂടുതൽ ഫോക്കസിങ് കിഡ്സ്, ഓൾവേസ് കിഡ്സ് ആണ്. അവർക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ അവരായിട്ടുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയുണ്ട്? ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ടോ പേഴ്സണലായിട്ട്? ഈ കുഞ്ഞു പിള്ളേരുണ്ടാവില്ലേ, ഡാഡിയുടെ മമ്മിയുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ മേടിച്ചിട്ട് ടോക്കർ ബോയ് ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടോ? ഓഫ് കോഴ്സ്. സോഷ്യൽ മീഡിയ എടുത്താൽ എനിക്ക് തോന്നുന്നത് മെസ്സേജ് എനിക്ക് ഫോണില്ല, അല്ലെങ്കിൽ കാണിച്ചു തന്നെ ഇഷ്ടം പോലെ ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ കിടപ്പുണ്ട് എനിക്ക്. 90+ 20+ മെസ്സേജുകൾസ് ഇങ്ങനെ. ഇപ്പോൾ ഞാനതൊന്നും നോക്കിയിട്ടില്ല. ആരാണ്ടിൻ്റെ 1-2 പേരെ എടുത്ത് നോക്കിയിട്ടുണ്ട്. അവർ പാവങ്ങളാണ്, കുട്ടികളാണ്. അവർ ഇപ്പം ഞാൻ അവരോട് സംസാരിച്ച് ഞാൻ 1-2 പേരോടൊക്കെ റെസ്പോൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും മൈനർ കിഡ്സാണ്, കുട്ടികളാണ്. അവരെന്തെങ്കിലുമൊക്കെ പറയും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഏതെങ്കിലും സ്കൂളിൽ വാദിക്കപ്പെട്ട് ഇങ്ങനെ നിന്നാൽ മതി, എല്ലാവരും വന്നോളൂ. മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ കുറച്ചൊക്കെ നോക്കും. അല്ലാതെ സമയം കിട്ടാറില്ല, കൂടുതലായിട്ട് നോക്കാറില്ല. ഇല്ല എനിക്ക് നോക്കാറില്ല. ഈ ചലഞ്ചിങ് വീഡിയോക്ക് വേണ്ട കോണ്ടന്റ് ഇല്ലേ, അതെവിടെ നിന്നാ കിട്ടുന്നത്? സെർച്ച് ചെയ്തെടുക്കുന്നതാണോ? ഗുഡ് ക്വസ്റ്റ്യൻ. വെൽ, ഞാൻ അങ്ങനെ ചോദിച്ചാൽ സെർച്ച് ചെയ്തു ഇടയ്ക്ക് ആലോചിച്ച് കണ്ടുപിടിക്കും. ആലോചിച്ച് കണ്ടുപിടിച്ച ഏതാണല്ലേ? ചോക്ലേറ്റ്, 4 തരം ചോക്ലേറ്റ്, ഇതിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ്? മഞ്ച്, സ്നിക്കേഴ്സ് അതാണോ? അതിലേതാണ് ബെറ്റർ ചോക്ലേറ്റ്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയ ചോക്ലേറ്റ് ഏതാണ്? പിന്നെ എൻ്റെ കയ്യിരിക്കുന്ന ഈ വാച്ചുണ്ട്. ഈ വാച്ചിന് പ്രൈസ് കറക്റ്റായിട്ട് പറയുന്നവരുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നതാണ്. അത് ആര് പറഞ്ഞു തരാൻ? ഞാനല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആരെങ്കിലും വന്ന് ചോദിക്കും കമന്റ് പിൻ ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യം അങ്ങനെ ചോദിക്കുന്ന ആരെങ്കിലും ചോദിച്ചിട്ടില്ല? അതാ ഞാൻ നേരത്തെ ചോദിച്ച ഗിഫ്റ്റ് കൊടുക്കാറില്ലേ? അവര് ഗസ് ചെയ്യും എല്ലാവരും, ഇത് ഇന്നലെ എത്രയായിരിക്കും, ഒരു ഇട്ട് കൊടുക്കും. നമുക്കൊരു സാധനം ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു ചിന്ത. എന്നാലും എന്തായിരിക്കും, എത്ര വില വരും എന്ന് പറഞ്ഞാൽ അവരൊരു വില ഇടും. ഇനി എങ്ങനെ കറക്റ്റ് ആയാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇടും. സോ അങ്ങനത്തെ ചെറിയ ചാലഞ്ച്. അല്ല, ഞാൻ ഒരുപാട് ചാലഞ്ച് വീഡിയോസ് ഉണ്ട്. ഈ ചാലഞ്ച് വീഡിയോ മൊത്തം ചെയ്തതിന് ഗീവ് കൊടുത്തോണ്ടിരിക്കും ഞാൻ. അയ്യോ, ഇടയ്ക്ക് മാത്രം കൊടുത്താൽ മതി. ഓൾറെഡി ഒരു ഗീവ് നമ്മൾ ചെയ്തായിരുന്നു, നമുക്ക് പിന്നെ ചെയ്യാം, പഠിക്കാം. ഞാൻ ഡ്രസ്സിന്റെ കാര്യം നോക്കിയപ്പോഴേ വീഡിയോസിലൊക്കെ ഏകദേശം സെയിം കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്താ? വീഡിയോ മൊത്തം ഒരേ ടൈമിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നതാണോ അതോ? ആണല്ലേ, ഒരു ദിവസം അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി തന്നെ ഇരിക്കും ഞാൻ. എന്നിട്ട് എഡിറ്റ്, അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഇരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എഡിറ്റ് ഒന്നും തീരത്തില്ല, കുറെ ഉണ്ടത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ 10 എടുത്ത് വെക്കും. 60 ചേച്ചിയുണ്ട്, ഞാനും ഉണ്ട്. ആദ്യം നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഹെഡ് എന്താണ് നമുക്ക് വേണ്ട ഹെഡ്ലൈൻ എഴുതുക. ഇങ്ങനൊരു വീഡിയോ. പിന്നെ അതിനെക്കുറിച്ച് ബുക്കിൽ കറക്റ്റായിട്ട് എഴുതുക. സ്ക്രിപ്റ്റ് എഴുതാൻ തന്നെ 2 ദിവസം പിടിക്കും. 2 ദിവസം പിടിക്കും. ഷൂട്ട് ചെയ്യാൻ 1 ദിവസം, എഡിറ്റ് ചെയ്യാൻ 5 ദിവസം. എല്ലാം കൂടെ കൂടി ഒരു 1.5 ആഴ്ച. ഡ്രസ്സിന്റെ കളർ കണ്ടപ്പോൾ അല്ല, ഇങ്ങനെ പറഞ്ഞു ബ്രോ വേറെ ഡ്രസ്സ് കോസ്റ്റ്യൂം ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞ്. മെനക്കേടാണത്. അതെ, അത് നമ്മള് ഫോട്ടോഷൂട്ടിനുണ്ട്. ഇമാജിനേഷൻ ഷോട്ടിനൊക്കെ വേറെ കോസ്റ്റ്യൂം ഇട്ട് വേറെ. ഇത് യൂട്യൂബിൻ്റെ ഞാൻ ആലോചിക്കുന്നത് കണ്ടന്റ് ക്വാളിറ്റി, നമ്മൾ പറയുന്ന ആ ഒരു ടേമാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അവർക്ക് ചാലഞ്ച് കൊടുക്കുകയാണ്. അപ്പം അതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെ വീഡിയോയുടെ ക്വാളിറ്റി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ ശബ്ദം, അത് ചില പേർക്ക് അത് എന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, എനിക്കൊരു വിക്കുണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിൽ. ഞാൻ വിക്ക് പിന്നെ മാറി, പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ വന്നതാണ്. ഇപ്പൊ എന്താന്ന് അറിയില്ല, ഭയങ്കര മെച്യൂരിറ്റിയാണ് എനിക്ക്. മെച്യൂരിറ്റി ആയിട്ടുള്ള ടോക്കല്ല ഞാൻ ചെയ്യുന്നത്. അങ്ങനെ അതാണ്. ആ ഇൻട്രോ കേൾക്കാൻ എന്തായാലും രസമുണ്ട്. ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ
ഒരു ഇൻട്രോ ഉണ്ടാവില്ല? ഹലോ ഒരു മിനിറ്റ്. അത് രസമുണ്ട്. എന്നിട്ട് പറയാറില്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നല്ല, മറ്റേന്താ വെള്ള ബട്ടൺ അത് ചെയ്യുക. അങ്ങനല്ലേ പറയുന്നത്? അതെ അതെ, അതെന്റെ ഒരു ഇത്. നമ്മുടെ ഷസാം പുള്ളിക്കുണ്ടല്ലോ ഗുഡ് മോർണിംഗ് ഗൈസ് എന്ന് പറഞ്ഞ ക്ലാസ് എടുക്കുന്നത്. പിന്നെ കാർത്തിക് ചേട്ടന്റെ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഒരു മിനിറ്റ് സ്ക്രോൾ ചെയ്യാൻ പറയട്ടെ. ഇതാണ് അതങ്ങനെ നോട്ട് ചെയ്ത് തന്നെയാണ് എന്റെ ഒരു ഇത്. ഈ ഫോൺ ഇപ്പൊ ചിലവരുണ്ട് ഈ ഫോൺ തലതിരിച്ച് പിടിക്കുന്ന പരിപാടി ഇതെവിടെ നിന്ന് വന്നെന്ന് ചോദിച്ച്. ഫോൺ തലതിരിച്ച് പിടിക്കുന്നത് മൈക്കാണ്. പിന്നെ അപ്പം നിങ്ങൾ ആലോചിക്കും, അല്ല എന്നാൽ പിന്നെ ഇത്ര ബില്യൺസ് ഉള്ള ആൾക്ക് ഒരു മൈക്ക് മേടിച്ചു. പക്ഷെ എനിക്ക് അതിൽ പിടിക്കുമ്പോഴാണ് ഒരു 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 എനർജി ഇങ്ങനെ എന്തെങ്കിലും ഇടിക്കുമ്പോൾ, അതുകൊണ്ടാണ് അതിൽ വെക്കണത്. സോ എനിക്ക് അതിലാണ് കറക്റ്റ്, അത് കംഫർട്ടാണ്. യെസ് കംഫർട്ടബിളാണ്, അതുകൊണ്ടാണ് എടുക്കുന്നത്. ചില ആദ്യം ചോദിച്ചായിരുന്നു കുറേ ഫോൺ തല വെച്ചിട്ട് പോകും അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ മൈക്കാന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. പിന്നെ ഇപ്പം ആരും ചോദിക്കുന്നില്ല, അത് ശീലമായി, അവർക്ക് കണ്ട് ശീലമായി. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അത് എനിക്കറിയാം അതങ്ങനെ വരും, അങ്ങനെ സംഭവിക്കും. ഈ തുടക്കത്തിൽ തന്നെ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതായത് വീഡിയോക്ക്. അപ്പോ മുൻകൂട്ടി അറിയായിരുന്നു ഇങ്ങനെ ഇട്ട് കൊടുത്താലേ ബാക്കി വീഡിയോ കാണത്തുള്ളൂ ആൾക്കാര്? അതെ അതെ അതെ, അറിയായിരുന്നു. അറിയാം. അത് അപ്പൊ അവർക്കത് റോക്കർ ബോയ്ക്ക് ഒരു ഐഡന്റിറ്റി. ഫോൺ തലരിച്ച് പറയണ ചേട്ടനല്ലേ, അങ്ങനെ പറയത്തുള്ളൂ. അങ്ങനെ ഒരു ഇത് വരും, അത് കളയണ്ട എന്ന് പറഞ്ഞു. അല്ല നമ്മൾ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ, എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ മാറ്റും. അത് മാറ്റി വേറെ പൊസിഷൻ ആക്കും, അത് മാറ്റി വേറെ രീതിക്കാവും. ഇപ്പൊ ഇങ്ങനെയാണ്. അബയുടെ ഒരു വേ ഓഫ് പ്രസന്റേഷനിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇൻട്രോ പറയാവോ? ചുമ്മാ. അത് ഞാനോ? പറ, യൂട്യൂബർ അല്ലേ? അല്ല ഞാൻ ഒരു രീതിക്ക് പറയാനാണ്. അത് നിന്റെ സ്റ്റൈലിൽ പറഞ്ഞാൽ മതി, വീഡിയോസിൽ പറയാറുള്ള പോലെ. മൈൻഡ്സ്കേപ്പ് സ്റ്റാർട്ടിങ് നീ പറയുന്ന പോലെ. ഓക്കെ, ഹലോ ഒരു മിനിറ്റ് മൈൻഡ്സ്കേപ്പിലേക്ക് സ്വാഗതം. ഇങ്ങനൊന്നല്ലല്ലോ അവിടെ പറയാറ്. അല്ല ഞാൻ ഇവിടെ പറയുന്നത് എന്താ, ഹലോ ഒരു മിനിറ്റ് സ്ക്രോൾ ചെയ്യാൻ പറയട്ടെ, അങ്ങനെ പറഞ്ഞിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ബട്ടണിൽ വെയിറ്റ് ആക്കുക. ഓക്കെ, നിങ്ങളുടെ ചാനലിന് ചിന്തിച്ചെടുക്കണം. എനിക്കൊന്ന് ചിന്തിച്ച് കുറച്ച് ടൈം വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആലോചിച്ചെടുക്കാം. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കാണ്ട്. പ്ലാൻഡ് ആണ്, പ്ലാൻ ചെയ്തിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല. അവിടെ ചെല്ലുമ്പോ ബബാ പറയേണ്ടി വരും. അപ്പോൾ എന്താ പറയാ, തുടക്കത്തിലല്ലേ ഇപ്പൊ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടിട്ട് അബയ്ക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇത്ര വർഷം കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഞാൻ എൻ്റെ കണ്ടന്റ്സ് ഓക്കെ ആവും, ക്ലിക്ക് ആവും എന്നുള്ള ഒരു കറക്റ്റ് വേലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ 1 മില്യൺ അടിച്ചിരിക്കുവാണ്. ഇനിയിപ്പോ ഒരു 5 വർഷം കഴിഞ്ഞാൽ അബൈ ഏത് സ്റ്റേജിലായിരിക്കും? ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ഉറപ്പായിട്ടും 5 മില്യൺ എത്തിക്കാണോ? ഓ നോ വേ. എന്നെ ഒരുപാട് പേര് ശ്രദ്ധ വരും, 100% ഉറപ്പാണ്. ഇനിയും ഒരുപാട് പേര് ശ്രദ്ധ വരും, ഞാനത് കൺഫേം പറയാണ്. സബ്സ്ക്രൈബേഴ്സ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല, ബട്ട് 100% ഇനിയും ഒരുപാട് പേരുടെ അടുത്ത് ഇതെത്തും. ഞാനെന്നൊരു വ്യക്തി എത്തും, അന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചാനലിൻ്റെ കാര്യം അതെനിക്ക് ഉറപ്പ് ഉണ്ടാവും, അല്ല കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയാം, ഞാനെന്നൊരു വ്യക്തി വേറെ ആളുകളുടെ അടുത്തും വേറെ ടേമിൽ എത്താൻ ചാൻസ് ഉണ്ട്, ഉറപ്പ്, കൺഫേം. അത് ഞാൻ കൺഫേം ചെയ്യാം, കാരണം അറിയാം ഇത്രയും ചെയ്തില്ലേ, പിന്നെയാണത്. ഇപ്പൊ ഈ ഏജില് ഇതുവരെയുള്ള ലൈഫില് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്തായിരിക്കും? ഞാൻ കാലിങ്ങനെ നോക്കണേ കുഴപ്പമില്ല. എന്തായിരിക്കും ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഇതുവരെയുള്ള ലൈഫിൽ? ഇനി അങ്ങോട്ടുള്ളതാണോ? ഇപ്പൊ എത്തിയതില്, ഇങ്ങനെ എത്തിയതില് എന്താ പറയാ, ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. ഒന്ന്. രണ്ടാമത്തത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2. മൂന്നാമത്തത് ഒറ്റപ്പെടലും അത് ഇതും ഇതിനു വേണ്ടി കിട്ടിയിട്ടുണ്ട്. 3. അപ്പം എന്തായാലും കിട്ടും. അതുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു മെയിനായിട്ട്. ഇതുവരെ നീ നേടിയെടുത്ത അച്ചീവ്മെന്റിൽ ഏറ്റവും വലുതായിട്ട് നിനക്ക് തോന്നിയിട്ടുള്ളത് എന്താ? ഇത് തന്നെ, 1 മില്യൺ. യെസ് ഓഫ് കോഴ്സ്. ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യം. നമുക്ക് ചില ചാനൽ കണ്ടത് ചോദിക്കില്ലേ, എന്തുവാടെ ഇവ കിടന്ന് കാണിക്കണതെന്ന്. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു ചാനൽ ഏതാ? ഭയങ്കര ദേഷ്യം, ഇത് എന്താ ഇത്? അയ്യോ, അത് പറയണോ? നിനക്ക് തോന്നിയതല്ലേ? എനിക്ക് തോന്നിയത് ചാനലോ അങ്ങനെ എനിക്ക് പറയാം. ചാനൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ്? AGP അല്ല,
അലിൻ ജോസ് പെരേര. അല്ല, പുള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സായിപ്പോപ്പി എനിക്കങ്ങനെ പറയാനായിട്ട് ആരുമില്ല. പെരേരയുടെ ഒരു സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല എനിക്ക്. ഞാനൊന്ന് കാണുമ്പോൾ അതിൻ്റെ കമൻ്റ് എടുത്ത് നോക്കിയാൽ തീർന്ന്. അതൊന്ന് പുള്ളിയുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ. പുള്ളിക്ക് എങ്ങനെയും മൂവിക്ക് കയറണം, പുള്ളിക്ക് മൂവിയിൽ എങ്ങനെയും അങ്ങനെ ഒരു പൊസിഷനുള്ള ആളാണ്. അതിനു വേണ്ടിയാണ് പുള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നടക്കട്ടെ. എല്ലാവരും അവരുടേതായിട്ടുള്ള, അവർക്കറിയാം എങ്ങനെ അവരുടെ ചാനലിൽ പ്രസൻറ്റ് ചെയ്യണം, അവരുടെ ചാനൽ ഇങ്ങനെയാണെന്ന് അവർക്കറിയാം. നമ്മളവരെ ടാർഗറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ചാനൽ ഇങ്ങനെ ഒരു ഇതല്ല, എനിക്ക് അങ്ങനെ പറയാനായിട്ടില്ല. അത് അവരുടെ സ്റ്റൈലിൽ അവർ ചെയ്യുന്നു. ഐ ഡോണ്ട് കെയർ. ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ചെയ്യുന്നു, അവരവരുടെ രീതിക്ക് അവർ ചെയ്യുന്നു. നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഇഷ്ടം പോലെ ചാനലുകളുണ്ട്, ഇഷ്ടം പോലെ മനുഷ്യരുണ്ട്, പല രീതിയാണ്. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് എങ്ങനെ ചെയ്താലും നിനക്കെന്താ എന്നാണ്. നമുക്ക് അവരുടെ ചാനലിൽ ചെന്നിട്ട് നീ എന്തിനിങ്ങനെ ചെയ്തെന്ന് ചോദിക്കാനുള്ള അർഹതയില്ല. നമ്മൾ സ്മാർട്ടാണോ? അല്ല. നമ്മൾ നമ്മുടെ രീതിക്ക് വെറുതെ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ. ഐ ഡോണ്ട് കെയർ. അത് അവരുടെ ചാനൽ, അവരുടെ. എനിക്ക് അതുമായിട്ടൊരു ബന്ധവും ഇല്ല. ഞാൻ എൻ്റെ കാര്യം തിരക്കി ഞാൻ പോകുന്ന ഒരാളാണ്. അതാണ് നല്ലത്. അവരുടെ ഇടയ്ക്ക് നീ എന്തിനിത് ചെയ്തു, അപ്പോൾ അവർക്കത് ദേഷ്യമോ, നീ എന്തിന് എൻ്റെ അങ്ങനെ അത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ആ ചാനൽ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരത് ചെയ്യട്ടെ. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും അവർക്ക് ഇനി അതും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അവരായിട്ട് കുഴി തോണ്ടിയതാണ്. അത് അവരുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ. അത് നമ്മളായിട്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും കിട്ടിക്കോളും. ഞാനൊന്നും പറയണ്ട. ഞാൻ കാണാറുണ്ട് എല്ലാവരും ചാനൽ, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അബയുടെ ഫാൻസ് കൂടുതലും ഏത് ടൈപ്പ് കോണ്ടന്റ് ചെയ്യണം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? അങ്ങനെ റെക്കമെൻഡേഷൻ ഒന്നുമില്ല. ഇല്ല. ഞാൻ എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ മതി, കണ്ടോളൂ. അത് കണ്ടോളൂ, അവരതിൽ തൃപ്തരാണ്. അവരങ്ങനെയാണ്, അവർക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഏത് വീഡിയോ ഇട്ടാലും അവർ കാണും. ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൂ ആം ഐ, ലൈക്ക് അങ്ങനെ എന്തോ ഒരു ഷോർട്ട് ഫിലിമിന്റെ കഥ ഞാൻ ചാനലിൽ കണ്ടായിരുന്നു. ഇറ്റ്സ് എ ഡോക്യുമെന്ററി. എൻ്റെ ഡോക്യുമെന്ററി ആണത്. നമ്മൾ 1 മില്യൺ അടിച്ചതിനുള്ള ഒരു ഡോക്യുമെന്ററി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. ഡോക്യുമെന്ററി എന്താ പറയുക, ഞാൻ പറഞ്ഞു മില്യൺ അടിച്ച ചേച്ചിയോട് പറഞ്ഞു, മില്യൺ അടിച്ചല്ലേടാ നമുക്ക് എല്ലാവരെയും വെച്ചൊരു ഡോക്യുമെന്ററി ചെയ്യണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞ്. പക്ഷേ തീർച്ചയായും അങ്ങനെ അതിനു വേണ്ടി ചേച്ചിയും ഉണ്ട് ആ കൂട്ടത്തിൽ. ചേച്ചി ഞാനും കൂടെ ഡോക്യുമെൻ്ററി ചെയ്തു. നമ്മൾ ഇത്രയും ചെയ്ത് വന്നതല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എൻ്റെ കഥ, ഒരു ചെറിയൊരു അത്രയേ ഉള്ളൂ, അല്ലാതെ നത്തിങ്, വേറെ ഒന്നും. ഇനി അടുത്ത ഡോക്യുമെൻ്ററി എന്തെങ്കിലും പ്ലാനിലുണ്ടോ? വരും, എന്തെങ്കിലുമൊക്കെ വരും. എന്നാന്നൊന്നുമില്ല. ഇല്ല അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും വന്ന് പോയാൽ. എൻ്റെ ഒരു ടീമിലൊരു അംഗമുണ്ട്, നീതു എന്ന് പറഞ്ഞു. നീതു പറഞ്ഞു ചേട്ടന് ഷോർട്ട് ഫിലിം എടുക്കണം കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെയായിട്ട് അത് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ട്രൈ മൈ ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ഒരു ഫേസ് ക്രീമിന്റെ കഴിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫേസ് ക്രീം എന്തോ എടുത്ത് കഴിക്കുന്നത്, അത് സ്വന്തം പ്രൊഡക്റ്റ് ആണോ? അല്ല, പ്രൊമോഷൻ ആയിരുന്നു. കഴിക്കാൻ പറ്റും? തിന്നാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ശരിക്കും കഴിച്ചു? പിന്നെ അപ്പൊ അത് ഫേക്ക് അല്ലേ? അങ്ങനെയല്ല, അത് കഴിക്കാം, തിന്നതിൽ പ്രശ്നമില്ല. എന്തെങ്കിലും തിന്നാവോ? പിന്നെ ഞാൻ തിന്നില്ല, അത് പോലെ കാണിച്ചതാണ്. പക്ഷെ അത് കഴിക്കണേല് പ്രശ്നമല്ല എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ തിന്നുന്നില്ല. അപ്പോ കാണുന്ന ആൾക്കാർക്ക് ഒരു ട്രസ്റ്റബിൾ ഇഷ്യൂ ഉണ്ടാവില്ലേ? അത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ഭയങ്കര വണ്ടർ അടിച്ചു നോക്കി. ഫേസ് ക്രീം കഴിക്കാൻ പറ്റുന്ന ഫേസ് ക്രീം ഒന്ന്, അപ്പൊ അതന്നെയല്ലേ കാണുന്ന എല്ലാവർക്കും. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് നോർമലി നമ്മള് മഞ്ഞള്, അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന്റെ ക്രിയേറ്റർ പറഞ്ഞു, ഓക്കെ, അതിന്റെ ഓണർ പറഞ്ഞു കഴിക്കുന്ന കാരണം കുഴപ്പമില്ല. അപ്പൊ അത് ട്രസ്റ്റ് ചെയ്തിട്ട് കഴിച്ചതാണോ? ഞാൻ ശരിക്കും കഴിക്കുന്ന പോലെ കാണിച്ചത് മാത്രമില്ല, കഴിച്ചിട്ടൊന്നുമില്ല. ഇല്ല പുള്ളി പറഞ്ഞ അങ്ങനെ കാണിച്ച് അത് പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ എല്ലാം ചെയ്യരുതല്ലോ, അത് ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര നെഗറ്റീവ് അല്ലേ വരുന്നത്. ആരെങ്കിലും മേടിച്ച് കഴിച്ച എന്ത് ചെയ്യും? ഇല്ല, അത് തിന്നത്തില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. ഞാനത് കമന്റ് ഞാൻ ചെയ്തില്ല.
ആ പ്രൊമോഷൻ പോകുന്നത് തന്നെ അങ്ങനെയാണ്, ഈ ഫേസ് ക്രീം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ആ അപ്പോ ആൾക്കാര് നോർമലി ഇത് കഴിക്കാന്നുള്ള യൂസിനും കൂടെ മേടിക്കും ചിലപ്പോ. ഈ മോന്തൊക്കെ തേക്കണതല്ലേ, അത് ചെയ്യത്തില്ല, എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ. അല്ല അപ്പൊ അങ്ങനെ നിനക്ക് തന്നെ കംഫർട്ട് അല്ലാത്ത പ്രൊമോഷൻ വർക്ക് അതിപ്പോ തിന്നാലും ഒരു ഇഷ്യൂ ഇല്ല എന്ന് അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉറപ്പായിരുന്നെങ്കിൽ എന്നാ ശരിക്കും കഴിച്ചു നോക്കായിരുന്നില്ല? അല്ല കഴിച്ചു നോക്കായിരുന്നു, പക്ഷെ ഞാൻ ഒരു ചെറിയ പേടി ഉണ്ടല്ലേ? അതെല്ലാവർക്കും ഉണ്ടാകത്തില്ലേ. അപ്പൊ ആൾക്കാർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. ആ വീഡിയോയിൽ തന്നെ ഞാൻ കഴിക്കുന്ന ഇങ്ങനെ കാണിച്ചു, അതവിടെ വെച്ച് തീർന്നു. അല്ല, കഴിക്കുന്ന പോലെ കാണിക്കൊന്നുമല്ല, നീ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് പറയുന്നത് ഈ ഫേസ് ക്രീം കഴിക്കാൻ പറ്റും, ഒരു ഫേസ് ക്രീം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ? അങ്ങനെയല്ല വീഡിയോ. കഴിഞ്ഞു, ചെയ്തത് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോയി, അത്രയല്ല. കൊള്ളാടാ കൊള്ളാ. അതിനിപ്പോ എന്താണ് വിശ്വസിച്ച് ഫേസ് ക്രീം ഒക്കെ മേടിച്ച് തിന്നിട്ട് അത് ഐസ്ക്രീം അല്ല, ഫേസ് ക്രീം കഴിക്കുന്നതായിരുന്നു പ്രൊമോഷൻ. എന്നിട്ട് നീ കഴിച്ചില്ല. അതിന് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ല, ഇത് കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ടേം ഞാൻ പറഞ്ഞു. ഓക്കെ, പക്ഷെ അത് കഴിച്ചില്ല. അത് കഴിക്കണേൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. കഴിച്ചോ എന്ന് പറഞ്ഞു. വേണ്ട എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതാണ് ആദ്യത്തെ ഷോട്ട്, ഇങ്ങനെ കഴിക്കുന്ന പോലെ കാണിക്കുക എന്നൊക്കെ. അപ്പൊ കഴിച്ചോന്ന് പറഞ്ഞു. വേണ്ടേട്ടാ, എനിക്ക് പേടിയുണ്ട്. ആ ഒരു ഷോട്ടാണ് കറക്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ ഡൺ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. അത് അവരുമായിട്ട് ഞാൻ കൊലാബും ചെയ്തു. അത് ഞാൻ കണ്ടു. അതെ, ഞാനിപ്പോ അത് ചോദിക്കാൻ കാരണം ഞാൻ ഇന്നലെ വീഡിയോ നോക്കിയപ്പോ ആ വീഡിയോ ഭയങ്കര വണ്ടറായിട്ട് തോന്നി എനിക്ക്. ഞാൻ ആദ്യമായിട്ട് ഒരു ഫേസ് ക്രീം കഴിക്കാൻ പറ്റും. ഈ ഡയലോഗ്, ഈ വണ്ടറിങ് എന്ന് പറഞ്ഞ ഈ ഡയലോഗ് എൻ്റെ അടുത്ത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമാണ്. ഭയങ്കര ഈ ഒരു കാര്യം അതൊരു നോർമൽ അല്ല. ഫേസ് ക്രീം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാത്തിലും ഉണ്ട് ഇങ്ങനെ വണ്ടറിങ്. അതെ, അത് ഞാൻ എന്തായാലും ഒരു കമന്റ് എന്തായാലും പിൻ ചെയ്തിടാം. ഇല്ല, അത് ഭയങ്കര ട്രസ്റ്റ് ചെയ്ത് മേടിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര നെഗറ്റീവ് ആണ്. തീർച്ചയായും. അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതിനെ കുറിച്ച്? നോ, ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനെന്താ, ഒന്നാമത് നിന്റെ വീഡിയോ കാണുന്നോക്ക് കുഞ്ഞു പിള്ളേരാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ ഒരു സംഭവം തിന്നണേല് പ്രശ്നമില്ലെന്ന് പറയാം. ഞാനിപ്പോ ശരി ഞാൻ എനിക്ക് മെയിലിലും അതുപോലെ വേറെ ഒരുപാട് പേര് റമ്മി സർക്കിള് അതുപോലെ കാർഡ്സ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പണം ഉണ്ടാക്കാന്ന് പറഞ്ഞു. എനിക്ക് അവര് ഓഫർ ചെയ്തത് 2 lakh ആണ്. 2 lakh തന്നു കഴിഞ്ഞാൽ അഭയുടെ ചാനലിലെ വീഡിയോസ് എല്ലാത്തിനും ഇങ്ങനെ ഒരു ചിഹ്നം കാണിക്കുക എന്ന് പറഞ്ഞ് ചെയ്തത്. ഞാൻ ചെയ്തില്ല. കാരണം എനിക്ക് അത് പിടിച്ച് ഞെക്കുമെന്ന് എനിക്ക് അറിയാൻ പെട്ടാര്. അത് വെച്ചാൽ അവരുന്ന പൈസയും പോകും. അപ്പൊ അത് ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്നോടുള്ള വിശ്വാസം വെച്ചാൽ അവരത് ചെയ്യും. അതൊന്ന്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വേറെ ഒരുപാട് പേര് എന്നായിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേണ്ട. എനിക്ക് കട്ട മുതലൊന്നും വയറ്റി പിടിക്കൂല ചേച്ചി. അപ്പം അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. മെയിൽ വന്നപ്പോഴും അത് പറഞ്ഞപ്പോഴും എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ചെയ്ത ആഡ് മാൽക്കിസ്റ്റിൻ്റെ ഒരു ആഡ് ജസ്റ്റ് ചെയ്തായിരുന്നു. അപ്നാ ജോബ് എന്ന് പറഞ്ഞൊരു ആഡ് ചെയ്ത്. ഇപ്പോൾ അതിൻ്റെ ഈ ഒരു നാച്ചുറൽ പാർവിയോ എന്ന് പറഞ്ഞൊരു ആഡ് ചെയ്തു. പിന്നെ ഒരു കാർഡ് ഒരു കാർഡ് അത് ഞാൻ ആഡ് ചെയ്തു. ഇനി വേറെ ആഡ് വരും, ഞാൻ അതും ചെയ്യും. പക്ഷേ നല്ലതാണെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം ഈ ഒരു ഷോട്ട് ഇങ്ങനെ വന്നതിൽ അതൊരു മിസ്റ്റേക്ക്, ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാനത് മാറ്റിക്കോളാം. ഞാൻ മാറ്റാൻ വേണ്ടി പറഞ്ഞല്ല, എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി തോന്നിയോണ്ട് ഞാനത് ചോദിച്ചു. ഐ അണ്ടർസ്റ്റാൻഡ്. അതൊന്ന് പിൻ ചെയ്തിട്ടേക്കാം. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ആ ഒരു പ്രോഡക്റ്റ് കഴിക്കാൻ പറ്റും. പക്ഷെ വേണ്ട, ഞാൻ മാറ്റി. അത്രയായിട്ട്. ഓക്കെ, ഫേസ് ക്രീം കഴിക്കാന്ന് പറയുമ്പോ നമ്മളൊന്ന് നോക്കിപ്പോ, അത് കാരണം നോക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റാപ്പിഡ് ഫയർ കളിക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പെട്ടെന്ന് ആൻസർ പറയാമോ? ഐ വിൽ ട്രൈ. ഓക്കെ. ഇല്ല, സ്പോട്ടിൽ തന്നെ പറയണേ. രാവിലെ ആദ്യം ചെയ്യുന്നത്? പുഷപ്പ് അടിക്കും എണീറ്റ പാടെ. ഓക്കെ, നിങ്ങളുടെ ഒരു രഹസ്യ ടാലന്റ് എന്താണ്? രഹസ്യ ടാലന്റ് ചിന്തിക്കുക. ഓക്കെ, ഏറ്റവും വലിയ ഡ്രീം? ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. യൂട്യൂബർ, ആക്ടർ, അങ്ങനെയൊക്കെ. ഒരു ദിവസത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സമയം? ടൈം 10 മണി. എന്നിട്ട് 10 മണിക്ക് എഴുന്നേക്കും. 10 മണിയാണോ ഇഷ്ടം? ഏത് ശീലം മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്? അയ്യോ, ഓവർ തിങ്കർ ആണോ? ജസ്റ്റ് ഓവർ തിങ്കിങ്. ഞാൻ ചെയ്യുന്നത് തന്നെ ചിന്തിച്ചിട്ടാണ്. പക്ഷെ എനിക്കൊരു ഓവർ തിങ്ക് ഇച്ചിരി ഉണ്ട്.
അതൊന്നും മാറ്റിങ്ങല്ലായിരുന്നു. അല്ല മാറ്റി. മാറ്റി കുഞ്ഞിലെ വിശ്വസിച്ചിരുന്ന ഒരു വിചിത്രമായ വിശ്വാസം എന്താ? കുഞ്ഞിലെ വിചാരിച്ചു നമുക്ക് ഉണ്ടാവില്ലേ ഇങ്ങനെ? ചൂള കടിച്ചാ പാമ്പ് വരും. ചൂള കടിച്ചാ പാമ്പ് വരും. അതായിരുന്നോ? ഓക്കെ. ഇപ്പൊ മാറിയോ? മാറി മാറി. വേറെ അങ്ങനെ വല്ലതും ഉണ്ടോ? എന്താണ് വേറെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ മനസ്സിൽ ഇത് മാത്രം. ഓക്കെ. ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട കോട്ട്? ഡോണ്ട് ബിലീവ് എനിവൺ. ഡോണ്ട് ബിലീവ് എനിവൺ. അതെ. ഡോണ്ട് ബിലീവ് എനിവൺ. സിനിമയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ്? ഓക്കെ, അങ്ങനെ ചോദിച്ചതിന് ഐ എം ബാറ്റ്മാൻ. ഫാൻസിനോട് പറയാനുള്ളത്? മക്കളെ നല്ലപോലെ പഠിക്കുക, മുന്നോട്ട് പോവുക, ചേട്ടൻ്റെ വീഡിയോസ് എല്ലാം കാണുക. ഒരിക്കലും മോശമായിട്ടുള്ള രീതിക്കൊന്നും പറയത്തില്ല. നമുക്ക് പറ്റുന്ന രീതിക്ക് തന്നെ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാൻ തന്നെ, എനിക്കത് മാത്രം മതി. എൻ്റെ ചാനൽ കണ്ടാലും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ്, ഒരു ക്രിയേറ്ററാണ് ജിൻസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, അവൻ പറഞ്ഞ് ടോക്കർ ബോയുടെ ചാനൽ കണ്ടാലും നശിച്ചു പോകത്തില്ല. ഉറപ്പാണ്, നശിച്ചു പോകത്തില്ല. അത് മതി, എനിക്കത് മാത്രം മതി, നശിച്ചു പോകത്തില്ല, അത് മതി. ഓക്കെ. ടോക്കർ ബോയ് എന്നുള്ള പേരും അഭയ് എന്നുള്ള പേരും ഒരു 3 വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? വിവരിക്കുക. ടോക്കർ ബോയ് അഭയ്. അഭയ് എൻ്റെ പേര്. ടോക്കർ ബോയ് എനിക്ക് മനസ്സിലായില്ല അതെന്താ. ഇത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ടോക്കർ ബോയ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പെട്ടതാണ്, അങ്ങനെ എന്തെങ്കിലും ആ പേരായിട്ട് നിനക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ടോക്കർ ബോയ് എന്നുള്ള പേര് വെച്ച് നിന്റെ പേരും കുറിച്ച് എൻ്റെ പേരും വെച്ച്. ഓക്കെ, രണ്ടുപേരുടെ ഇത് വെച്ച് പറഞ്ഞാൽ മതി, അഭയും ടോക്കർ ബോയ്. ഓക്കെ, അഭയും ടോക്കർ ബോയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. മെയിനായിട്ട് അഭയ് വേറൊരാളാണ്, ടോക്കർ ബോയ് ചാനലിൽ വേറൊരാളാണ്. രണ്ടുപേർക്കും 2 ഫേസ് ആണ്. അവിടെ പറയുന്നതല്ല ഇവിടെ പറയുന്നത്, രണ്ടിനും വ്യത്യാസമുണ്ട്. പക്ഷേലും ഇപ്പൊ പറയാനാണെങ്കിൽ ബ്രൂസ് വെയിനും ബാറ്റ്മാനൊക്കെ പോലെ സമയമാകുമ്പോൾ ബാറ്റ്മാൻ ആവുന്നു, കുറച്ച് കഴിയുമ്പോൾ ബ്രൂസ് വെയിൻ ആവുന്നു, വാച്ച് കിട്ടുന്നു, സാധനം ഇതിലേക്ക് പോകും. ഞാൻ എന്തെങ്കിലും റേഷൻ കടയിൽ പോയിട്ട് സാധനം മേടിക്കും, കുറച്ചു പേര് ഷൂട്ടിന് വന്നാൽ നേരെ ഡ്രസ്സ് എടുത്ത് വേറെ രീതിക്ക് പോകും. ഇപ്പം എന്തെങ്കിലും പ്രോഗ്രാം വന്നാലും നേരെ വേറെ രീതിക്ക് പോകും. ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കും. അതാണ് അഭയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. സമയമായി കഴിഞ്ഞാൽ എനിക്കറിയാം ടൈമായി, നമുക്ക് ബാറ്റ്മാൻ ആ സമയമായി, അപ്പോൾ നേരെ എടുത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നു, പോകുന്നു. അങ്ങനെയാണ് 2 ഫേസ്. അതാണ് ടോക്കർ ബോയ് അഭയ് തമ്മിലുള്ള വ്യത്യാസം. തമ്മിൽ ബന്ധമില്ല, ആ രണ്ടുപേരും വ്യത്യസ്തരാണ്. അതൊക്കെയായിരുന്നു എൻ്റെ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ. കൂടുതലും അറിയപ്പെടുന്നത് കുട്ടികളുടെ യൂട്യൂബർ, അങ്ങനൊരു പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും ആരെങ്കിലും പറയുമ്പോൾ? ശ്രദ്ധിച്ചിട്ടുണ്ട്, ബട്ട് അങ്ങനെയല്ല. നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. യൂട്യൂബർ അല്ലേ, ടോക്കർ ബോയ് അല്ലേ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അഭയുടെ മൊത്തത്തിലുള്ള വിശേഷങ്ങൾ. യെസ്. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും ഒരു 5 വർഷം കഴിഞ്ഞ അഭയ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ഇൻഫ്ലുവൻസർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.